ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് 4ാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഒരു സ്റ്റോറിയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? നമുക്ക് തുടങ്ങാം അല്ലേ? വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഹിയർ ഈസ് എ സ്റ്റോറി അബൌട്ട് കിച്ചു, ദ ബ്രേവ് റാബിറ്റ് ഹൂസ് ഹീറോയിക് ആക്ഷൻസ് സേവ് ദ ലൈവ്സ് ഓഫ് ഹിസ് ഫ്രണ്ട്സ്. തൻ്റെ സുഹൃത്തുക്കളുടെ ജീവൻ രക്ഷിച്ച ധീരനായ കിച്ചു എന്ന മുയലിൻ്റെ കഥയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദ ട്രിക്ക് ഓഫ് കിച്ചു, കിച്ചുവിൻ്റെ തന്ത്രം. കിച്ചു ദ റാബിറ്റ് വാസ് എ വെൽ നോൺ വെജിറ്റബിൾ മർച്ചൻറ്റ് ഇൻ ദ ലിറ്റിൽ മാർക്കറ്റ്. ലിറ്റിൽ മാർക്കറ്റിലെ അറിയപ്പെടുന്ന ഒരു പച്ചക്കറി വ്യാപാരിയായിരുന്നു കിച്ചു എന്ന മുയൽ. ഹിസ് ഷോപ്പ് വാസ് ഫിൽഡ് വിത്ത് ഫ്രഷ് വെജിറ്റബിൾസ് ലൈക്ക് ക്യാരറ്റ്, കാബേജ്, പംകിൻ, ബിറ്റർ ഗോഡ് ആൻഡ് സ്പിനച്ച്. അവൻ്റെ കടയിൽ ക്യാരറ്റ്, കാബേജ്, മത്തങ്ങ, പാവക്ക, ചീര തുടങ്ങിയ പുതിയ പച്ചക്കറികൾ നിറഞ്ഞിരുന്നു. വൺ ഡേ ചിന്നു, എ ലിറ്റിൽ ഗേൾ, കെയിം ടു ഹിസ് ഷോപ്പ് ടു ബൈ സം വെജിറ്റബിൾസ്. ഒരു ദിവസം ചിന്നു എന്ന കൊച്ചു പെൺകുട്ടി കുറച്ച് പച്ചക്കറികൾ വാങ്ങാനായി അവൻ്റെ കടയിൽ വന്നു. ഹീ നോട്ടീസ്ഡ് ചിന്നു ഹോൾഡിംഗ് സംതിങ്. ചിന്നു എന്തോ പിടിച്ചിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. ഹീ കുഡിൻറ്റ് മേക്ക് ഔട്ട് വാട്ട് ഇറ്റ് വാസ്. അത് എന്താണെന്ന് അവന് മനസ്സിലായില്ല. ഓ മൈ ഫ്രണ്ട് കിച്ചു, മൈ ഫാദർ ഡസൻറ്റ് ഹാവ് എനി മണി വിത്ത് ഹിം, ബട്ട് വി വാണ്ട് സം വെജിറ്റബിൾസ്. എൻ്റെ സുഹൃത്തേ കിച്ചു, എൻ്റെ അച്ഛൻ്റെ കയ്യിൽ പണമൊന്നുമില്ല, പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് പച്ചക്കറികൾ വേണം. പ്ലീസ് കീപ് ദിസ് മിറർ വിത്ത് യു ആൻഡ് ഗിവ് മീ സം പംകിൻസ്, ക്യാരറ്റ്സ് ആൻഡ് ബീൻസ്. ദയവായി ഈ കണ്ണാടി നീ സൂക്ഷിച്ചു വെക്കൂ, പകരം എനിക്ക് കുറച്ച് മത്തങ്ങയും ക്യാരറ്റും ബീൻസും തരുമോ? വെൻ മൈ ഫാദർ ഗെറ്റ്സ് മണി ഐ വിൽ പേ യു ആൻഡ് ടേക്ക് ദി മിറർ ബാക്ക്. ഓക്കെ, ചിന്നു സെഡ്. എൻ്റെ അച്ഛന് പണം കിട്ടുമ്പോൾ ഞാൻ അത് തന്ന കണ്ണാടി തിരികെ എടുത്തോളാം. ഓക്കെ അല്ലേ എന്ന് ചിന്നു പറഞ്ഞു. കിച്ചു took the mirror from her and carefully placed it in a corner of the shop. കിച്ചു അവളുടെ കയ്യിൽ നിന്ന് കണ്ണാടി വാങ്ങി ശ്രദ്ധാപൂർവം കടയുടെ ഒരു മൂലയിൽ വെച്ചു. He gave her all the vegetables she wanted. അവൾക്ക് വേണ്ട എല്ലാ പച്ചക്കറികളും അവൻ കൊടുത്തു. ചിന്നു went back home happily. ചിന്നു സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. കിച്ചു took out the mirror and looked. കിച്ചു കണ്ണാടി പുറത്തെടുത്തു നോക്കി. ഹേ, വാട്ട്സ് ദിസ്? ഹൂ ഈസ് ദിസ് ഇൻ ദ മിറർ? ഇതെന്താണ്? കണ്ണാടിയിൽ ഇതാരാണ്? ഹീ വാസ് പ്ലീസ്ഡ് ടു സീ ഹിസ് ഓൺ ഇമേജ് ഇൻ ദ മിറർ. കണ്ണാടിയിൽ സ്വന്തം പ്രതിബിംബം കണ്ടതിൽ അവൻ സന്തുഷ്ടനായി. ആം ഐ സോ ഹാൻസം? ഹീ വണ്ടേർഡ്. ഞാൻ അത്ര സുന്ദരനാണോ? അവൻ അത്ഭുതപ്പെട്ടു. ഹീ സ്റ്റാർട്ടഡ് ഡാൻസിങ് വിത്ത് ജോയ്. അവൻ സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യാൻ തുടങ്ങി. ഫ്രം ദെൻ ഓൺ എവറി മോർണിംഗ്, അന്നു മുതൽ എല്ലാ ദിവസവും രാവിലെ, ഹീ വുഡ് ബ്രഷ് ആൻഡ് ക്ലീൻ ഹിസ് ഫേസ്. അവൻ മുഖം ബ്രഷ് ചെയ്ത് വൃത്തിയാക്കുമായിരുന്നു. ലുക്കിംഗ് ഇൻ ദ മിറർ, കണ്ണാടിയിൽ നോക്കിക്കൊണ്ട്. ഡേയ്സ് പാസ്ഡ്, ദിവസങ്ങൾ കടന്നുപോയി. കുങ്കൻ വുൾഫ് സ്റ്റാർട്ടഡ് വിസിറ്റിംഗ് ദ ലിറ്റിൽ മാർക്കറ്റ്. കുങ്കൻ ചെന്നായ ചന്ത സന്ദർശിക്കുവാൻ തുടങ്ങി. ഹീ അറ്റാക്ക്ഡ് ഓൾ ദ ആനിമൽസ് ഇൻ ദ മാർക്കറ്റ്. അവൻ ചന്തയിലെ എല്ലാ മൃഗങ്ങളെയും ആക്രമിച്ചു. ദ ഡിയർ, റാബിറ്റ്, ഡോങ്കി ആൻഡ് ഓൾ അതർ ആനിമൽസ് വേർ ടെറിഫൈഡ്. മാനും മുയലും കഴുതയും മറ്റെല്ലാ മൃഗങ്ങളും ഭയന്നുപോയി. ഹൗ ക്യാൻ ദേ എസ്കേപ്പ് ഫ്രം ഹിസ് അറ്റാക്ക്? അവൻ്റെ ആക്രമണത്തിൽ നിന്ന് അവർക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? ദേ സ്റ്റാർട്ടഡ് തിങ്കിങ് ബട്ട് കുഡ് നോട്ട് ഫൈൻഡ് എ വേ ഔട്ട്. അവർ ചിന്തിക്കാൻ തുടങ്ങി, പക്ഷെ ഒരു രക്ഷാമാർഗം കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. വൺ ഡേ കുങ്കൻ വുൾഫ് കെയിം ടു കിച്ചു റാബിറ്റ്സ് ഷോപ്പ്. ഒരു ദിവസം കുങ്കൻ ചെന്നായ കിച്ചു മുയലിൻ്റെ കടയിലേക്ക് വന്നു. ഹേയ് കിച്ചു, ഐ വിൽ ക്രഷ് യു ആൻഡ് ഈറ്റ് യു അപ്പ്. കിച്ചു, ഞാൻ നിന്നെ തകർത്തു തിന്നുകളയും. ദ ആനിമൽസ് വേർ ഫ്രൈറ്റൻഡ് ആൻഡ് മോസ്റ്റ് ഓഫ് ദം റാൻ എവേ. മൃഗങ്ങൾ ഭയന്നുപോയി, അവയിൽ മിക്കവയും ഓടിപ്പോവുകയും ചെയ്തു. സഡൻലി കിച്ചു ഗോട്ട് ആൻ ഐഡിയ. പെട്ടെന്ന് കിച്ചുവിനൊരു ബുദ്ധി തോന്നി. എന്തായിരിക്കും ആ ഐഡിയ? നോക്കാമല്ലേ? മൈ ഫ്രണ്ട്, ഡോണ്ട് ട്രൈ യുവർ ട്രിക്സ് ഓൺ മീ. എൻ്റെ സുഹൃത്തേ, നിന്റെ കുസൃതികൾ എൻ്റെ അടുത്ത് വേണ്ട. ഇഫ് യു വാണ്ട് ടു ലീവ്, ഗോ എവേ ഫ്രം ഹിയർ. നിനക്ക് ജീവിക്കണമെങ്കിൽ ഇവിടെ നിന്ന് പൊയ്ക്കോ. വാട്ട് വിൽ യു ഡു? ദ വുൾഫ് ആസ്ക്ഡ്. നീ എന്തു ചെയ്യും?
ചെന്നായ ചോദിച്ചു, ഐ കാൺട്ട് ഡു എനിത്തിങ്. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ബട്ട് മൈ ഫ്രണ്ട് ജിഗു ദ വുൾഫ് ഈസ് ഹൈഡിങ് ഇൻസൈഡ് മൈ ഷോപ്പ്. പക്ഷേ എൻ്റെ സുഹൃത്തായ ജിഗു എന്ന ചെന്നായ എൻ്റെ കടയ്ക്കുള്ളിൽ ഒളിച്ചിരിപ്പുണ്ട്. ഹീ വിൽ സ്മാഷ് യു ഇൻ ടു പീസസ്. അവൻ നിന്നെ കഷ്ണങ്ങളായി തകർക്കും. വുഡ് യു ലൈക്ക് ടു സീ ഹിം? കിച്ചു റാബിറ്റ് ആസ്ക്ഡ്. നിനക്ക് അവനെ കാണണോ? കിച്ചു മുയൽ ചോദിച്ചു. യെസ്, ഷോ മീ യുവർ ജിഗു, കുങ്കൻ വുൾഫ് ഡിമാൻഡഡ്. അതെ, നിന്റെ ജിഗുവിനെ എനിക്ക് കാണിച്ചു തന്നേ പറ്റൂ, കുങ്കൻ ചെന്നായ ശാഠ്യം പിടിച്ചു. കിച്ചു റാബിറ്റ് ടേൺഡ് ആൻഡ് പിക്ക്ഡ് അപ്പ് ദ മിറർ. കിച്ചുമുയൽ തിരിഞ്ഞ് കണ്ണാടി എടുത്തു. ഹീ ബ്രോട്ട് ഇറ്റ് ടു ദ ഫേസ് ഓഫ് കുങ്കൻ വുൾഫ്. അവൻ അത് കുങ്കൻ ചെന്നായുടെ മുഖത്തിന് നേരെ കാണിച്ചു. ലുക്ക് ഹിയർ, ഹീ ഈസ് ജിഗു, കിച്ചു സെഡ്. ഇങ്ങോട്ട് നോക്കൂ, ഇവനാണ് ജിഗു, കിച്ചു പറഞ്ഞു. ഓ, വാട്ട് എ ടെറിബിൾ ഫെല്ലോ ഹീ ഈസ്. ഇവൻ എത്ര ഭീകരനായ ഒരുത്തനാണ്. ഇഫ് ഹീ കംസ് ഔട്ട് ഹീ വിൽ ഫിനിഷ് മീ. ഇവൻ പുറത്തിറങ്ങിയാൽ എന്നെ തീർക്കും. സീയിങ് ഹിസ് ഓൺ ഇമേജ്, കുങ്കൻ തോട്ട് ദാറ്റ് ഇറ്റ് വാസ് ദ റിയൽ ജിഗു വുൾഫ്. സ്വന്തം പ്രതിബിംബം കണ്ടപ്പോൾ അതൊരു യഥാർത്ഥ ജിഗു ചെന്നായ ആണെന്ന് കുങ്കൻ കരുതി. കുങ്കൻ വുൾഫ് റാൻ എവേ ആസ് ഫാസ്റ്റ് ആസ് ഹീ കുഡ്. കുങ്കൻ ചെന്നായ തനിക്ക് സാധിക്കുന്നത്ര വേഗത്തിൽ ഓടിപ്പോയി. ഹീ നെവർ കെയിം ബാക്ക് അഗെയിൻ. പിന്നീടോ അവൻ ഒരിക്കലും തിരികെ വന്നതുമില്ല. കിച്ചു ബിക്കെയിം എ റിയൽ ഹീറോ. കിച്ചു ഒരു യഥാർത്ഥ വീരനായി മാറി. ഓൾ ദ ആനിമൽസ് ബിക്കെയിം ഹാപ്പി. എല്ലാ മൃഗങ്ങളും സന്തോഷവാന്മാരായി. എങ്ങനെയുണ്ട് നമ്മുടെ കഥ? എല്ലാവർക്കും ഇഷ്ടമായോ? ഓക്കെ, അപ്പോൾ നമുക്കിനി കുറച്ച് ആക്ടിവിറ്റീസും കൂടെ നോക്കാം. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൻ ബിലോ. സം ഇവൻറ്റ്സ് ആർ ഗിവൻ. റൈറ്റ് ദ ഇവൻറ്റ് അണ്ടർ ഈച്ച് പിക്ചർ. ഗീവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ. താഴെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നോക്കുക. ചില സംഭവങ്ങൾ നൽകിയിട്ടുണ്ട്. ഓരോ ചിത്രത്തിന് താഴെയും അതിന് അനുയോജ്യമായ സംഭവം എഴുതുക. അനുയോജ്യമായ ഒരു തലക്കെട്ട് നൽകുക. ആദ്യത്തെ ചിത്രം നോക്കൂ. ടുഡേ ഈസ് പ്രിയാസ് ഫസ്റ്റ് ഡേ ഇൻ എ ന്യൂ സ്കൂൾ. പ്രിയാസ് മോം ഡ്രോപ്സ് ഹെർ അറ്റ് സ്കൂൾ. ഇന്ന് പ്രിയയുടെ പുതിയ സ്കൂളിലെ ആദ്യ ദിവസമാണ്. പ്രിയയുടെ അമ്മ അവളെ സ്കൂളിൽ വിടുന്നു. രണ്ടാമത്തെ ചിത്രം നോക്കൂ. മിസ് നീന ഇൻട്രൊഡ്യൂസസ് പ്രിയ ടു ഹെർ ക്ലാസ്മേറ്റ്സ്. മിസ് നീന പ്രിയയെ അവളുടെ സഹപാഠികൾക്ക് പരിചയപ്പെടുത്തുന്നു. മൂന്നാമത്തെ ചിത്രത്തിൽ എന്താണ് കാണാൻ പറ്റുന്നത്? എ കൈൻഡ് ക്ലാസ്മേറ്റ് അപ്രോച്ചസ് പ്രിയ ടു ബിഫ്രണ്ട് ഹെർ. ഒരു ദയയുള്ള സഹപാഠി പ്രിയയുമായി സൗഹൃദത്തിലാകാൻ അവളുടെ അടുത്തേക്ക് വരുന്നു. ദെൻ നാലാമത്തെ ചിത്രമോ? എ ഫ്രണ്ട് ഹെൽപ്സ് പ്രിയ ഡ്യൂറിങ് ലഞ്ച് ടൈം. ഉച്ചഭക്ഷണ സമയത്ത് ഒരു സുഹൃത്ത് പ്രിയയെ സഹായിക്കുന്നു. അടുത്ത ചിത്രം നോക്കൂ. എ ക്ലാസ്മേറ്റ് അസിസ്റ്റ് പ്രിയ ടു ദ റെസ്റ്റ് റൂം. ഒരു സഹപാഠി പ്രിയയെ വിശ്രമമുറിയിലേക്ക് പോകുവാൻ സഹായിക്കുന്നു. അതിനുശേഷം എ ഫ്രണ്ട് ഇൻവൈറ്റ്സ് പ്രിയ ടു പ്ലേ ബാസ്കറ്റ്ബോൾ. ഒരു സുഹൃത്ത് പ്രിയയെ ബാസ്കറ്റ്ബോൾ കളിക്കാൻ ക്ഷണിക്കുന്നു. പ്രിയ പാർട്ടിസിപ്പേറ്റ്സ് ഇൻ എ ബാസ്കറ്റ്ബോൾ ഗെയിം വിത്ത് ഹെർ പിയേഴ്സ്. പ്രിയ തൻ്റെ സഹപാഠികൾക്കൊപ്പം ഒരു ബാസ്കറ്റ്ബോൾ കളിയിൽ പങ്കുചേരുന്നു. ദെൻ ലാസ്റ്റ് പിക്ചർ. പ്രിയ റിസീവ്സ് എൻ അവാർഡ് ഫ്രം എ ടീച്ചർ അറ്റ് സ്കൂൾ. പ്രിയ സ്കൂളിലെ ഒരു അധ്യാപകനിൽ നിന്ന് അവാർഡ് സ്വീകരിക്കുന്നു. നമുക്കൊരു സ്യൂട്ടബിൾ ടൈറ്റിൽ കൂടെ നൽകാനുണ്ട്. സോ നമുക്ക് കൊടുക്കാം പ്രിയാസ് ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. പ്രിയയുടെ സ്കൂളിലെ ആദ്യ ദിവസം. അവസാനമായി ഒരു ആക്ടിവിറ്റി കൂടെയുണ്ട്. ലെറ്റ്സ് പ്ലേ വിത്ത് ലാംഗ്വേജ്. നമുക്ക് ഭാഷയുമായി കളിക്കാം. ഹിയർ ഈസ് എ വേർഡ് ഗ്രിഡ്. ഇവിടെ ഒരു വേർഡ് ഗ്രിഡ് തന്നിട്ടുണ്ട്. വാട്ട് വേർഡ്സ് യു ക്യാൻ മേക്ക് ഫ്രം ദ ഗ്രിഡ്. ഈ ഗ്രിഡിൽ നിന്ന് നിങ്ങൾക്ക് ഏതൊക്കെ വാക്കുകൾ ഉണ്ടാക്കാൻ കഴിയും? നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ബാക്കി വാക്കുകൾ കൂടെ കണ്ടുപിടിക്കാനാണ് ഞാനിവിടെ ആൻസർ നൽകിയിട്ടുണ്ട്. സോ നിങ്ങൾക്കത് കോപ്പി ചെയ്യാം. നമ്മുടെ പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.